ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല മഴയാണ് ദുബായിൽ, പൊരിഞ്ഞ മഴ. നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് എന്തായാലും, നമ്മുടെ വണ്ടി ബാറ്ററി വണ്ടിയാണ്, നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്ത് നമ്മൾ താമസിക്കുന്ന ദേരയിലാണ്. ദേരയിലേക്ക് കൊണ്ടാൻ പറ്റില്ല, കാരണം നമ്മൾ പോകുന്ന വഴിക്കൊരു ടണലൊക്കെ താണ്ടിയിട്ടാണ് പോകേണ്ടത്. എന്തായാലും ടണലിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ വണ്ടി സേഫായിട്ടൊരു ഭാഗത്ത് ഒരു സ്പേസിൽ നമുക്ക് സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബസ്സിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ വണ്ടി സേഫായിട്ടൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യാം, അതേ നടപടിയാവും. തൽക്കാലം ഞാൻ വണ്ടി ജുമേരയിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ജുമേരയിൽ വെള്ളം കയറൂല എന്ന് വിചാരിക്കുക. നമ്മുടെ സാധനങ്ങളൊക്കെ ആദ്യം നമുക്ക് എടുക്കാം. എന്തായാലും വണ്ടി ഇവിടെ വെച്ചിട്ട് പോകുന്നതാണ് ബെറ്റർ. ഈ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ദുബായിയുടെ അവസ്ഥ, ദുബായ് ഭയങ്കര സംഭവമൊക്കെ തന്നെയാണ്, പക്ഷെ മഴ പെയ്താൽ വെള്ളം കയറും, അക്കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വണ്ടി ഇവിടെ സേഫായിട്ട് വെച്ചിട്ട് എസ്കേപ്പ് ആവാം, അതാണ് ഏറ്റവും ബെറ്റർ. ഒരു ഫോണും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഓക്കെ ഇനി അതേ നടപടിയാവുള്ളൂ. എൻ്റെ വാട്ടർ ബോട്ടിൽ മിസ്സായി. ഒരു കാര്യം പറയാം, മിസ്സായി. ഇതാ നമ്മുടെ ഈ സാധനം മെട്രോ കാർഡ് ഇല്ലാണ്ട് ബസ്സിൽ കയറാൻ പറ്റില്ല. വണ്ടി ഇവിടെ കട്ടെ. ഓക്കെ, ബൈ. അതോ ഇനി ബസ്സിൽ പോവാം. എല്ലാം എടുത്തില്ല, മെഷീൻ ഓഫ് ചെയ്തിട്ടെ. തൽക്കാലം വണ്ടി ജുമേരയിൽ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് സേഫായിട്ട് വേഗം ബസ് കയറാം, അതേ നടപടിയാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാലേ എല്ലായിടത്തും വെള്ളം, ദുബായിൽ മൊത്തത്തിൽ വെള്ളം. ഷൂവിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. ഓ ഗോഡ്, എൻ്റെ ഷൂവ് അയ്യോ. വണ്ടി ലോക്ക് ചെയ്താ? വണ്ടി ലോക്ക് ചെയ്യാൻ മറന്നു. വണ്ടാരം ഞാനിന്ന് മൊത്തം മഴ നനയുന്ന തോന്നുന്നു. ഓക്കെ, വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേഗം ഇവിടെ എസ്കേപ്പ് ആവാം. ദുബായ് മൊത്തത്തിൽ വെള്ളം കയറിയെന്നാണ് തോന്നുന്നത്. എൻ്റെ ഷൂവൊക്കെ ആകെ പെട്ടുപോയല്ലോ റബ്ബേ. നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാം. എങ്ങനെ ഇപ്പോൾ അവിടത്തൊക്കെ ഒന്ന് ക്രോസ് ചെയ്ത് പോവാ? മൊത്തത്തിൽ വെള്ളമാണല്ലോ. എൻ്റെ ഷൂ മൊത്തം വെള്ളത്തിൽ കയറിയല്ലോ. ഷൂവിലെല്ലാം വെള്ളവും കയറി. ഈ ഷൂ എന്താക്കും? ഷൂ വൃത്തിയായി. എന്തായാലും ഷൂവിൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്നാ തോന്നുന്നത്. മൊത്തത്തിൽ വെള്ളം കയറി. സൈഡിൽ കൂടെ എല്ലാം പോവാം. ഭയങ്കര സത്യം പറഞ്ഞാൽ ദുബായ് ഭയങ്കര ആണെങ്കിലും ഈ മഴ പെയ്യുന്ന കാര്യത്തിൽ കുറച്ച് ഓടുന്നതാണ് നല്ലത്. ഈ സൈഡിൽ കൂടെ ഓടി പിടിക്കുന്നതായിരിക്കും നല്ലത്. ഓടാം, സ്പീഡിലോടാം. വേഗം ഓടാം, ബസ് സ്റ്റോപ്പ് പിടിക്കാം. ഇതിൽ കൂടെ ഓടിയിട്ട് ബസ് സ്റ്റോപ്പ് പിടിക്കാം. മഴ ഗെയ്സ്, മഴ. ഓ ഗോഡ്. ഹലോ ഗെയ്സ്, നമ്മുടെ ബസ്സിൻ്റെ സമയം നമുക്ക് നോക്കാം. 8 നമ്പർ ബസ് ഇപ്പം വരുന്നതാണ് അതിൽ കാണിക്കുന്നത്. ഇപ്പം വരുമായിരിക്കും, നമുക്ക് നോക്കാം. ചിലപ്പോൾ ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. ഓക്കെ,
നമുക്ക് എന്തായാലും നമ്മളെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ മാപ്പിൽ ടൈം നോക്കിയിട്ടില്ല എത്ര മണിക്കാണെന്ന്. കാരണം ഇനിയിപ്പം ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ഇതിൽ കാണിക്കുന്ന ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നേരം വൈകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പുറത്ത് നല്ല മഴയാണ്, ഒരു കുറവുമില്ല. ഒരു ബസ് വന്നിട്ടുണ്ട്, പക്ഷേ അത് നമ്മളതല്ല. നമ്മളെ ബസ് 8-ാം നമ്പർ ബസ്സാണ്. അടുത്തത് വരാനുള്ള നമ്മളെ ബസ്സാണെന്നാണ് പറയുന്നത്. ഏകദേശം 5 മിനിറ്റാണ് കാണിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ 8-ാം നമ്പർ ബസ് എത്തുന്നതാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. 8-ാം നമ്പർ ബസ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 8-ാം നമ്പർ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്, എല്ലാവരും. ഓക്കെ, ഇതാണ് ബസ് ഏകദേശം വരാനായി. നമ്മളും അതുപോലെ തന്നെ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട് ഗൈസ്, പുറത്ത് നല്ല മഴയുണ്ട്. ഓക്കെ, ബസ് ഇതാ അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ബസ് വന്നു തോന്നുന്നു. ഓക്കെ, സോറി. ഓക്കെ, ബസ് വന്നു. ഓക്കെ, നമ്മളിതാ ബസ്സിൽ നമ്മൾ അടുത്തെത്തി. നമുക്ക് ടാപ്പ് ചെയ്ത് ബസ്സിലേക്ക് കയറാം. നല്ല മഴയുണ്ട് പുറത്ത്, നമുക്ക് ബസ്സിൻ്റെ അകത്തേക്ക് കയറാം. ഓക്കെ, ബസ്സിൽ കയറി ടാപ്പ് ചെയ്തു. സീറ്റ്. ഓക്കെ, ഒരു സീറ്റ് ഉണ്ട്. ഓക്കെ, സീറ്റ് കിട്ടി. ദുബായിൽ മഴ പെയ്താനുള്ള ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഈ ബ്ലോക്കാണ്. റോഡ് ഭയങ്കരമായിട്ട് റഷാവും. കണ്ടോ, ഇതുപോലെ ഭയങ്കര റഷാവും. സിഗ്നലും കൂടി ആണെന്നുണ്ടെങ്കിൽ പറയണ്ട, റെഡ് സിഗ്നൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ. വണ്ടി അനങ്ങില്ല. ഈ മാനുവൽ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ, ക്ലച്ച് ചവിട്ടി ബുദ്ധിമുട്ടാവും. ദുബായിലുണ്ട് മാനുവൽ വണ്ടി. ഓക്കെ, ഡ്രൈവർ ചേട്ടൻ എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ പതുക്കെ ഡെസ്റ്റിനേഷനിൽ ബസ് എത്തിക്കുമെന്ന വിശ്വാസത്തോടെയാണ് നമ്മുടെ സ്വന്തം ഡ്രൈവർ ചേട്ടൻ. പാകിസ്ഥാനിയാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ. അക്ഷമയോട് കൂടിയിട്ട് ബസ് ഓടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. നമ്മളെ സേഫായിട്ട് എത്തിക്കും. ഓക്കെ, ബസ് സിഗ്നലായിട്ടുണ്ട്. ഇപ്പോൾ ബസ് പതുക്കെ മൂവ് ആവുന്നുണ്ട്. ഓക്കെ, അവസാനം നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താനായിക്കാണ്. നമ്മളിതാ ഡെസ്റ്റിനേഷനിൽ എത്താനായി നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ബറാഹ ബസ് സ്റ്റേഷൻ. അതായത് നൈഫ്, ഗോൾഡ് സൂക്ക് എന്നീ ഭാഗത്തേക്കൊക്കെ വരുന്നവർക്ക് ബസ് സ്റ്റേഷൻ അന്വേഷിക്കുകയാണെങ്കിൽ ബറ ആണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടുന്ന് എല്ലാ ഭാഗത്തേക്കും ബസ്സുണ്ട്. ഇവിടുന്ന് വേണം നിങ്ങൾക്ക് അബുദാബിക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഗുബൈബ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് ബസ് കയറാം, ഡയറക്റ്റ് അബുദാബി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ഇതാണ് അവസ്ഥ. എല്ലായിടത്തും നല്ല വെള്ളം, അനങ്ങാൻ പറ്റില്ല. ഏത് വഴിയിലൂടെയും പോയാലും എന്തായാലും നമ്മൾ റൂമിലെത്തുമ്പോഴത്തേനും നമ്മുടെ ഷൂവും നമ്മുടെ പാൻറ്റും മുഴുവനായിട്ട് വെള്ളത്തിൽ മുങ്ങും. ഒരു വഴിയുമില്ല. എന്തായാലും നമുക്ക് അന്വേഷിച്ചെടുക്കാം. ഒരു വഴിയെടുത്ത് നമുക്ക് ഒരു വഴി കാണണം. നമുക്ക് വെള്ളത്തിൽ ചവിട്ടാതെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈഡ് വെച്ച് നടക്കുന്നത്. എന്തായാലും നല്ലോണം വെള്ളം കയറിയിട്ടുണ്ട്. ദുബായിൽ മഴ പെയ്താൽ ദുബായ് എല്ലാം കൊണ്ടും അപ്ഡേറ്റാണ്, അടിപൊളിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പോകാൻ സ്ഥലമില്ല. എന്ത് ചെയ്യാനാണ്? ഇതാണ് ദുബായിയുടെ അവസ്ഥ. കണ്ടില്ലേ, മൊത്തത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും വെള്ളം ചവിട്ടാണ്ട് പോകാൻ പറ്റില്ല. എന്തായാലും നമ്മൾ വെള്ളത്തിൽ കൊടുക്കും. ആളുകളൊക്കെ വെള്ളത്തിൽ ചവിട്ടി നീങ്ങുന്നുണ്ട്. ഷൂ ഒക്കെ കൈ പിടിച്ച് ചേട്ടാ. ഓക്കെ, എല്ലാവരും ചെരുപ്പും ഷൂ എല്ലാം കൈ പിടിച്ച് നടക്കുന്നുണ്ട്. എന്തായാലും കണ്ടില്ല, വെള്ളം കണ്ടില്ല. ബസ്സൊക്കെ വെള്ളത്തിലാണ്. വെള്ളത്തിൻ്റെ നടുവിലാണ് ബസ്സുകളൊക്കെ ഉള്ളത്. എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെള്ളം പോകുന്നില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ഇവർ ദുബായ് കണ്ടുപിടിക്കുന്നില്ല എന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. ഓക്കെ, ഇത് നോക്കിയാൽ ആ ബസ് വീണ്, ആ ബസ് വെള്ളത്തിൽ കുടുങ്ങി ഗേസ്. ഇനി എന്ത് ചെയ്യും ഗേസ്? എന്തായാലും അവിടെ പോയിട്ട് ആ ബസ് തള്ളി കയറ്റാൻ ആരും നിൽക്കുമെന്ന് മെനക്കെടുന്നു തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് സിഗ്നൽ ക്രോസ് ചെയ്യാം. സിഗ്നലാകുമ്പോഴുള്ള പ്രശ്നമാണ്. സിഗ്നലിൽ വെള്ളത്തിൽ കൂടെ ഇനി ക്രോസ് ചെയ്ത് പോകണം. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ബസ്. ഇലക്ട്രിക് ബസ്സൊക്കെ എന്ത് തരത്തിലാണോ ഓടുന്നത്. എന്തായാലും റോഡ് നിറയെ വെള്ളമായിട്ടുണ്ട്. സിഗ്നലായിട്ടില്ല. സിഗ്നലാവാതെ വെള്ളത്തിൽ കൂടെ പോകുന്നവർ വേറെ, അവനൊക്കെ ഇപ്പം തന്നെ വണ്ടി ഇടിച്ചിട്ടേനെ. ഓക്കെ, എന്തായാലും ബൈക്ക് പൾസറതാ പറന്നു പോകുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ സിഗ്നലായി കഴിഞ്ഞാൽ നമുക്കും വിടാം. നമ്മുടെ സിഗ്നലായിട്ടുണ്ട് ഗൈസ്. വെള്ളം ചവിട്ടാതെ ഒരു രക്ഷയില്ല. എന്തായാലും വെള്ളം ചവിട്ടി പോകാനേ പറ്റുള്ളൂ. അടുത്ത സിഗ്നലും കൂടി നമുക്ക് അവിടെ ഗ്രീൻ ലൈറ്റ് ഉണ്ട്. നമുക്ക് അടുത്ത സിഗ്നലും കൂടി വേഗം ഓടി ക്രോസ് ചെയ്യാം. പക്ഷേ അടുത്ത സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ സിഗ്നലിൽ മുഴുവനും വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്.
അയ്യോ ഒരുപാട് ആൾക്കാർ ഇലക്ട്രിക് ബൈക്ക് പോകാണ്ടാ കുടുങ്ങി പോവാടാ. പോയി. ഓക്കെ, ഇനി ഇതാ കണ്ടില്ലേ, ഇനി ഏകദേശം നമ്മുടെ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് ഇത്രക്കും വെള്ളം ഇല്ലാന്ന് തോന്നുന്നു, വെള്ളം അത്രക്കും കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും റൂമിലേക്ക് പോവാം. അപ്പോൾ ദുബായിയുടെ അവസ്ഥ കണ്ടല്ലോ, ഇതാണ് ദുബായിയുടെ അവസ്ഥ. ഒരു പ്രാവശ്യം മഴ പെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ദുബായ്. നമ്മുടെ നാട്ടിൽ പെയ്ത പോലത്തെ പ്രളയം പോലത്തെ മഴയൊക്കെ പെയ്താൽ ദുബായ് എത്രയോ വെള്ളത്തിൻ്റെ അടിയിലായി പോകുമെന്ന് തോന്നിപ്പോകുന്നു. കാരണം ഒരു ചെറിയ മഴ, അതായത് രാവിലെ 10 മണിക്ക് തുടങ്ങിയ മഴ ഒരു 1 മണി വരെ ആയപ്പോഴത്തേന് ദുബായിലെ ഓൾമോസ്റ്റ് പ്ലേസ് മൊത്തം വെള്ളത്തിനടിയിലാണ്. കണ്ടോ, കുറച്ചും കൂടി പെയ്ത്, ഇതിപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങിപ്പോയതാണ് നിങ്ങൾ കാണുന്നത്. ഇത്ര ഉള്ളൂന്നല്ല, കുറച്ച് വെള്ളം ഇറങ്ങിപ്പോയതാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും അകത്തേക്കെല്ലാം വെള്ളം കയറിയിരുന്നു. ഇതിപ്പോൾ മഴ ഒന്ന് ജസ്റ്റ് ഒന്ന് മഴൻ്റെ ആ സ്പീഡൊന്ന് കുറഞ്ഞപ്പോൾ ഒന്ന് ഡൗൺ ആയപ്പോൾ വെള്ളം ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ എന്താ പ്രശ്നമെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വണ്ടികൾ, മഴ പെയ്താൽ വണ്ടികളൊന്നും ആരും ഇറക്കില്ല. റോഡിലേക്ക് ഇറക്കുന്ന തുച്ഛമായ വണ്ടികൾ റോഡിലേക്ക് ഇറക്കുകയുള്ളൂ. അധികം പേരും വണ്ടി ഇറക്കാതിരിക്കാനും ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. എത്രയൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ട്, നമ്പർ 1 ആണ് ദുബായ്. പക്ഷേ ഈ മഴയുടെ കാര്യം ഇന്നേ വരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.